ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ സേമിയവും പഴവും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 പഴം എടുത്തിട്ടുണ്ട്, പിന്നെ അരക്കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പോൾ അധികം പഴുപ്പാവാത്ത പഴം എടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അതവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ച സേമിയ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സേമിയം ഈ പാലിൽ കിടന്നിട്ട് ഒരു 80% നമുക്ക് വേവായി കിട്ടണം. അപ്പോൾ അത് അധികം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതിലേക്കും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 80% വേവാകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ആ പാനിക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്കും 1 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം തന്നെ നന്നായി ഉടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കണത്. അപ്പോൾ വേണമെങ്കിൽ 5 എടുക്കുക. പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് മുട്ടൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരക്കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും ചേർത്തോട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാനിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സേമിയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സേമിയ അപ്പോൾ നന്നായി കട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മിക്സിൽ വെച്ചിട്ട് ഇതെല്ലാം ഉടച്ചെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്നാക്ക് റെഡിയാക്കാനുള്ള പാൻ അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഫ്രൈ പാന് വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്ക് കരിയാതെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊരു ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് അത് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇത് മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാലും പഴവും ഒക്കെ ഒരേ രീതിയിൽ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് ഒരു 25-30 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിന് മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയപ്പോഴാണ് എൻ്റെ ഈ സ്നാക്ക് റെഡി ആയത്. അപ്പം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് ഇടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് തിരിച്ചിട്ട് അതിൻ്റെ ആ ഭാഗം നമുക്കൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു 4 സെക്കൻഡൊക്കെ മതിയാകും. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം 4 മണിക്ക് ചായക്ക് സ്നാക്കായിട്ടൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.